ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ എറണാകുളത്താണുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോൻ്റെ കമൻസിൽ ഒരുപാട് റിക്വസ്റ്റ് വരുന്നുണ്ട്. അതായത് കൊച്ചിയിലുള്ള പെൻറ്റാമേനയുടെ വീഡിയോ ചെയ്യാനായിട്ട് ഒരുപാട് സുഹൃത്തുക്കൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബ് കമൻസിലൊക്കെ നമുക്ക് റിക്വസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിസിൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കൊച്ചിയിലെ മെറൈൻ ഡ്രൈവിലാണ്. ഇന്ന് നമ്മൾ പെൻറ്റാമേനയിൽ ഉള്ള മൊബൈൽസിൻ്റെ കളക്ഷൻ നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ പോവുകയാണ്. അവിടെയുള്ള ആൻഡ്രോയിഡ് മൊബൈൽസിനും അതുപോലെ തന്നെ ഐഫോൺസിനും മറ്റ് മൊബൈൽ ടെക് ഗാഡ്ജറ്റ്സിനും ഒക്കെ എങ്ങനെയാണ് വില കാര്യങ്ങൾ എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ചെക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് പെൻറ്റാമേനക എന്ന് പറയുന്ന ഒരു ബിൽഡിംഗ്. ഈ ബിൽഡിങ്ങിൽ പ്രധാനമായിട്ടും മൊബൈൽ ഫോൺസിൻ്റെയും മൊബൈൽ ഫോൺ ആക്സസറീസിൻ്റെയും കച്ചവടമാണ് നടക്കുന്നത്. നല്ല ലാഭത്തിൽ, വൻ ലാഭത്തിൽ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് മൊബൈൽസും അതുപോലെ തന്നെ ഐഫോൺസും ഒക്കെ വാങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഇന്ന് ഒരു കട ഇവിടെ നിന്നും സെലക്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ വ്ളോഗ് ചെയ്യുന്നത്. അടുത്ത വരുന്ന ദിവസങ്ങളിൽ മറ്റ് കടകളും കമ്പാരിസൺസും മൊബൈൽ ഫോൺ കമ്പാരിസൺസും ഒക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു കടയിലേക്ക് കയറി ഐഫോൺസിൻ്റെ വില നമുക്ക് ആദ്യം തന്നെ ചെക്ക് ചെയ്യാം. ഓക്കെ, സ്റ്റോറിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഈ സ്റ്റോർ എന്നാണ് ഈ ഒരു കടയുടെ പേര്. അപ്പോൾ ഇവിടെ ഈ പേരെന്താണ്? റിസ്വാൻ. ഓക്കെ, അപ്പോൾ തന്നെ നമുക്ക് 12 തുടങ്ങാം. 12 എവിടെ? 12 ഇതാണ് മോഡൽ. ഇത് 12 Pro സീരീസാണ്. 12 Pro ഇതൊക്കെ വരുമ്പോൾ ഒരു 9 months 8 months ഒക്കെ വാറണ്ടി റിമൈനിങ് ഉള്ള ഫോൺസ് ആണ്. ഓക്കെ, ഒരു 3 മാസത്തെ പഴക്കമൊക്കെ ഉള്ളൂ. ഓക്കെ, ഇതിൻ്റെയൊക്കെ ആവറേജ് പ്രൈസ് വരുന്നത് 65 to 75 ഒക്കെയാണ് ഇതിൻ്റെ നോർമൽ പ്രൈസ് വരുന്നത്. അത് ഡിപ്പെൻഡ് കണ്ടീഷൻ അനുസരിച്ചും വാറണ്ടി ബേസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും അതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. പിന്നെ പ്രോ മാക്സിലേക്ക് പോകുമ്പോൾ 75 to 85. ഇത് ഈ മോഡൽ ഇത് 12 Pro ആണ്. 7 months വാറണ്ടി റിമൈനിങ് ഉള്ള ഫോണാണ്. പിന്നെ അതേപോലെ തന്നെ പ്രോ മാക്സ് ഒക്കെ വരുമ്പോൾ ആവറേജ് 50 to 59 ആ റേഞ്ച് ഒക്കെ വരും. ഇതൊരു 256 GB. 12 Pro Max അല്ലേ? 11 Pro Max. ഇത് 11 Pro Max ആണ് കേട്ടോ. അപ്പോൾ ഇത് 256 GB ആണ്. ഇതിന് ഒരു 58, 59, 60,000 രൂപയിൽ ഉൾക്കൊള്ളിച്ച് വില നിൽക്കും. പക്ഷെ 60 എന്ന് പറയാൻ പറ്റത്തില്ല. ഈ ഫോണിൻ്റെ കണ്ടീഷൻസ് അനുസരിച്ച് ആ വില ചിലപ്പോൾ മാറാനും സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു ആവറേജ് വില മാത്രമാണ് നമ്മൾ പറയുന്നത്. ഇത് 11 Pro Max ആണ്. ഈ ഇരിക്കുന്നത് 12 ആണ്. 12 Pro ആണ് ഇരിക്കുന്നത്. ഇത് 12 Pro Max. അപ്പോൾ അടുത്തത് നമുക്കിനി 12 Pro Maxൻ്റെ വില നമുക്ക് നോക്കാം കേട്ടോ. 12 Pro Max ആണ്, നമ്മുടെ പഴയ രാജാവാണ് ഇരിക്കണം. 12 Pro Maxന് എങ്ങനെയാണ് വില ഇവിടെ? 75 to 85. 75,000 തൊട്ട് 85,000 വരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ വില. അത് ഡിപ്പെൻഡ് വാറണ്ടിയും ഡിപ്പെൻഡ് കണ്ടീഷൻ അനുസരിച്ചിട്ടൊക്കെ ആയിരിക്കും അതിന്റെ പ്രൈസ്. ഓരോ മൊബൈൽ സെറ്റിന്റെ കണ്ടീഷൻ അനുസരിച്ചാണ് കേട്ടോ. ഇപ്പോൾ എല്ലാം വാറണ്ടിയിൽ റിമൈനിങ് വാറണ്ടി ഉള്ള എല്ലാ ഫോൺസൊക്കെ ആയിരിക്കും കൂടുതൽ എൻ്റെ ഉള്ളത്. സ്റ്റോക്ക് എല്ലാം അങ്ങനെ വാറണ്ടിയിലുള്ളതായിരിക്കും വരുന്നത്. പിന്നെ പ്രോ സീരീസ് ഉണ്ട്. പ്രോ സീരീസ് വരുമ്പോൾ 45 to 55 അതൊക്കെയാണ് അതിന്റെ നോർമൽ പ്രൈസ്. 11 Pro Series 45 to 55 അതൊക്കെയാണ് അതിന്റെ പ്രൈസ് വരുന്നത്. അതിപ്പോ GB അനുസരിച്ച്, അതായത് 64, 128, 256, 512 വേരിയന്റ് ആണ് ഇതിൽ. അതിന്റെ പ്രൈസ് റേഞ്ച് മാറുന്നത് ഇതിന്റെ GB അനുസരിച്ചിട്ട് മാറുമ്പോൾ അതിന്റെ പ്രൈസ് റേഞ്ച് മാറും അല്ലേ? ഓക്കെ. പിന്നെ ഐഫോൺ 10 സീരീസ് 10s ഉണ്ട്. 10ഉം 10s ഒന്ന് കാണണം. 10ഉം 10sൻ്റെയും പ്രൈസ് നമുക്കൊന്ന് നോക്കാം. ഈ ഫോൺ ഇങ്ങോട്ട് നമുക്കിത് മാറ്റി വെച്ചേക്കാം. ഇത് ഐഫോൺ 10 ആണ് കേട്ടോ. 10 ആണ്. 10 256. എത്രയാണ് വില? എത്രയാണ്? 28 അല്ലേ? 28,000 രൂപയായിട്ട് ഇതിൻ്റെ വില വന്നിട്ട്. നല്ല നീറ്റ് സെറ്റാണ്, ഒരു പ്രശ്നങ്ങളുമില്ല. വളരെ കെയർഫുള്ളായിട്ട് യൂസ് ചെയ്തിട്ടുള്ള സെറ്റാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബാറ്ററി പെർസെൻറ്റേജ് എങ്ങനെ ഉണ്ടാവും? ബാറ്ററി പെർസെൻറ്റേജ് ആവറേജ് 85, 90. പിന്നെ 10നെ അപേക്ഷിച്ചൊക്കെ 10 നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് കസ്റ്റമറിന് എടുക്കുന്നതിന് ആവറേജ് എങ്ങനെയൊക്കെ 80 താഴെ വന്നിട്ടുണ്ടാവും ബാറ്ററി. ചിലപ്പോൾ നമ്മൾ ബാറ്ററി മാറ്റേണ്ടി വരും, ചിലപ്പോൾ ബാറ്ററി മാറ്റാണ്ട് നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരു 83, 85 ഒക്കെ ആവറേജ് ബാറ്ററിയിലത്തെ അതിനുണ്ടാവുള്ളൂ. പിന്നെ 90+ പോകണമെന്നുണ്ടെങ്കിൽ അത് ബാറ്ററി മാറ്റിയതായിരിക്കും. അങ്ങനത്തെ 100% മേലെ നമുക്ക് ബാറ്ററി ബാക്കപ്പ് സെക്കൻഡ് ഫോൺസിന് കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ, അത് ബാറ്ററി ഡെഫിനറ്റ്ലി ചേഞ്ച് ആയിരിക്കും അല്ലേ? കറക്റ്റ് കാര്യം കസ്റ്റമറോട് പറഞ്ഞു കൊടുക്കാം. അതാണ് നമ്മുടെ ഈ ഒരു ഷോപ്പിന്റെ പ്രത്യേകത കേട്ടോ. കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവർ ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങൾ കസ്റ്റമേഴ്സിനോട് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അടുത്തത് നമുക്കിനി കാണാൻ പോകുന്നത് നമുക്ക് ഫോൾഡാണ്. സാംസങ്ങിന്റെ ഫോൾഡാണ്. ഫോൾഡ് 3 ആണ്. 2 weeks മാത്രം പഴക്കമുള്ളൂ. 2 ആഴ്ച മാത്രം പഴക്കമുള്ള. ഏകദേശം പുതിയതിന് ഒരു 1,50,000 കോസ്റ്റ് വരുന്നതാണ്. ഇത് വരുമ്പോൾ ഒരു 1,18,000 അറേഞ്ച് വരുള്ളൂ. ആണല്ലേ? 1,50,000 രൂപ വിലയുള്ള ഫോണാണ്. 2 weeks മാത്രം, 2 ആഴ്ച മാത്രം പഴക്കമുള്ള ഫോണാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇവിടുത്തെ വില 1,18,000 രൂപ അപ്രോക്സിമേറ്റ്ലി ആണ്.
അപ്പോൾ ഇതൊക്കെ നല്ല സെയിലുള്ള ഫോണാണ് കേട്ടോ. 78 അറേഞ്ച് വരുന്നത്. ഇത് ഫോൾഡിൻ്റെ 2 ആണ്, ഫോൾഡ് 2. ഇത് 78,000 രൂപ ആവറേജ് വില ഈ ഒരു ഫോണിന് വരുന്നുണ്ട് കേട്ടോ. ഫോൾഡ് 2 എന്നാണ് ഈ ഒരു ഫോണിൻ്റെ പേര്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഇനി മാക്ബുക്ക് എയർ ആണ്. മാക്ബുക്കിൻ്റെ പ്രോയും ഉണ്ട് അല്ലേ? എയറിന് എങ്ങനെയാണ് വില വരുന്നത്? എയറിന്റെ ഇതിന്റെ പ്രൈസ് വരുമ്പോൾ ഒരു 48 ഒക്കെ വരും. 48,000 രൂപ. 48,000 രൂപ. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഡിവൈസ് ആകെ 8 പ്രാവശ്യം മാത്രം ചാർജ് ചെയ്തിട്ടുള്ളൂ. 8 പ്രാവശ്യം ചാർജ് ചെയ്തിട്ടുള്ളൂ. ആകെ 8 പ്രാവശ്യം യൂസ്ഡ് ആണ്. ഇത് അങ്ങനെ ആകെ 8 പ്രാവശ്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ. 256GB i5 സീരീസ് ആണ്. i5 സീരീസ് 256GB ആണ്. ആവറേജ് ഒരു 48 റേഞ്ച് വരുന്ന സീരീസ് ആണ്. ഓക്കെ, ഇത് കിഡിലും സംഭവമാണ് കേട്ടോ. ഇത് അത്യാവശ്യം നിങ്ങൾക്ക് ഒരു എലഗൻ്റ് ആയിട്ടുള്ള ഓഫീസ് പർപ്പസ് ഒക്കെ, നോർമലി ഓഫീസ് പർപ്പസിനാണ് എയർ യൂസ് ചെയ്യുന്നത്. പ്രൊഫഷണൽസ് പ്രോയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പക്ഷേ എന്നിരുന്നാലും ഇതിൻ്റെ സ്പെക്ക് വെച്ച് നോക്കുവാണെങ്കിൽ ഇത് അത്യാവശ്യം നിങ്ങൾക്ക് ഒരു എഡിറ്റിംഗ് പർപ്പസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ, ഒരു ബ്ലോഗൊക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ താല്പര്യമുള്ള ആളുകൾക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഡിവൈസാണ് കേട്ടോ. റെറ്റിന സ്ക്രീനുണ്ട്. പണ്ടത്തെ നമ്മുടെ മാക്ബുക്ക് എയർ പോലെയല്ല. അതുപോലെ തന്നെ കളർ നല്ല അട്രാക്റ്റീവ് ആണ്. ഈ 2020 സീരീസ് ആണോ ബ്രോ? 2019 മോഡൽ അല്ലേ? ഓക്കെ, ഇനി അടുത്ത ഏതാണ്? ടാബ് S7 സീരീസ് ഉണ്ട്. ടാബ് S7 അല്ലേ? ടാബ് ഉണ്ട്, ഐപാഡ്സ് ഉണ്ട്. ഐപാഡ് ഒക്കെ 8th ജനറേഷൻ എന്ന് പറഞ്ഞ സീരീസ്. ഇതൊക്കെ 1 month ഓൾഡ് ആണ്. 11 months വാറന്റി റിമൈനിങ് ഉള്ള ഫോണാണ്. 11 മാസം വാറന്റി ബാക്കിയുള്ള ഐപാഡ് ആണല്ലേ? ഇതൊരു 29 റേഞ്ച് വരും. 29,000 രൂപ റേഞ്ചേ വരത്തുള്ളൂ. ഇതിന്റെ സ്പെക്ക് എങ്ങനെയാണ് ബ്രോ? ഇതിന്റെ 128GB വൈഫൈ ഉണ്ട്. 128GB അല്ലേ? 128GB വൈഫൈ ഉണ്ട്. ഇതിന്റെ പുതിയതിന്റെ പ്രൈസ് വരുന്നത് 38 ആണ്. അതിന്റെ പ്രൈസ് വരുമ്പോൾ ഒരു 29 നമുക്ക് കൊടുക്കാൻ പറ്റും. 1 month മാത്രം പഴക്കമുള്ളൂ. വാറന്റി റിമൈനിങ് ഉള്ള ഡിവൈസ് ആണ്. മാക്ബുക്ക് പ്രോ സീരീസ് M1 ചിപ്പ് ഉണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള. അത് ഈ പറഞ്ഞ പോലെ 2 weeks മാത്രം പഴക്കമുള്ള. അതൊക്കെ ഡിപ്പെൻഡ് കണ്ടീഷൻ. ആവറേജ് ഒരു 90, 94, 80 അങ്ങനെ പല കണ്ടീഷനും അങ്ങനത്തെ ഇത് വെച്ചിട്ടാണ് അതിന്റെയൊക്കെ പ്രൈസ് റേഞ്ച് വരുന്നത്. ഓക്കെ. പിന്നെ വാച്ച്, ആപ്പിൾ സാംസങ് വാച്ചുകളുണ്ട്. അപ്പോൾ സാംസങ് വാച്ചസ് ഒന്ന് കാണിച്ചു. ഇപ്പോൾ ആർക്കെങ്കിലും ഒരു യൂസ്ഡ് ആയിട്ടുള്ള സാംസങ് വാച്ച് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് 8,000 രൂപയാണ് കേട്ടോ വില. ഇത് ഏത് സീരീസിൽ പെട്ടാണ്? സാംസങ്ങിന്റെ ഗാലക്സി സീരീസിൽ പെട്ടാണല്ലേ? ഓക്കെ. അടുത്ത 1-2 മോഡൽസ്. വാച്ച് 4 ഇതൊക്കെ ആവറേജ് ഒരു 15,000, 16,000 ആ റേഞ്ച് വരുന്ന സീരീസ് ആണ്. ഓക്കെ, ഇത് വാച്ച് 4 ആണ് കേട്ടോ. ഇത് 15,000, 16,000 റേഞ്ച് വരുന്ന ഒരു സീരീസ് ആണ്. ഇത് നിങ്ങൾ എത്രയാണ് വില? 16,000 രൂപയ്ക്കാണ് കേട്ടോ ഇവർ കൊടുക്കുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ഒരു എന്താ പറയുക, ഇത് AMOLED ആണോ ഇതിന്റെ ഡിസ്പ്ലേ? അണ്ടർ വാട്ടർ 15 മീറ്റേഴ്സ് യൂസ് ചെയ്യാം കേട്ടോ. നല്ലൊരു സ്ക്രീൻ വിസിബിലിറ്റി ആണോ എനിക്ക് കിട്ടുന്നത്. നല്ല അത്യാവശ്യം നല്ലൊരു കിടിലൻ ഒരു പ്രൊഡക്റ്റ് ആണ്. ഇത് കൂടാതെ വേറെ ഏത് മോഡൽസാണ് ഉള്ളത്? പിന്നെ ഈ പറഞ്ഞ പോലെ ഈ കുറഞ്ഞ മോഡൽസ് ഉണ്ട്. കുറഞ്ഞ മോഡൽസ് ഐഫോൺ ഉണ്ടല്ലേ? അതേപോലത്തെ സീരീസ് ഒക്കെ വരുന്നത്. ആവറേജ് 10,000, 9,000 ആ റേഞ്ച് ഒക്കെ വരുന്നത്. 10,000, 9,000 വരുന്നുണ്ടല്ലേ? ഈ ഐപാഡ്സ്, ഐപാഡ് പ്രോ അതേപോലത്തെ സീരീസ് ഒക്കെയാണ് നമുക്ക് നോർമൽ. ഐപാഡ് പ്രോ 2020 വേർഷൻസ് ഉണ്ട്. M1 ചിപ്പ് വരാറുണ്ട്. നിലവിൽ ഇപ്പൊ 2020 256GB സെല്ലുലാർ വേരിയന്റ് ഉണ്ട്. അതിന്റെ പ്രൈസ് റേഞ്ച് വരുമ്പോൾ ഒരു 61, 60 ആ റേഞ്ച് ഒക്കെ വരും. അത് 256GB സെല്ലുലാർ 2020 വേർഷൻ 11 ഇഞ്ച്. പിന്നെ ഈ പറഞ്ഞ പോലെ ടാബ് S7 പ്ലസ്. സാംസങ് ടാബ് S7 പ്ലസ് ആണ് കേട്ടോ ഈ ഇരിക്കുന്നത്. ഇതിന്റെ പ്രൈസ് റേഞ്ച് വരുമ്പോ ഇത് ജസ്റ്റ് 1 മാസം പോലും ആയിട്ടില്ല. 1 മാസം ആയിട്ടില്ല? 1 മാസം പഴക്കമില്ല? 1 മാസം പോലും ആയിട്ടില്ല. ഇത് വാറന്റിയും കാര്യങ്ങളൊക്കെ എല്ലാം ഉള്ള ഡിവൈസാണ്. ഇതിന്റെയൊക്കെ പ്രൈസ് റേഞ്ച് വരുമ്പോൾ ഒരു 59, 60 ആ റേഞ്ച് ഒക്കെ വരുന്ന സീരീസ്. 59,000, 60,000 രൂപ വില വരുന്ന സീരീസ് ആണ് വിത്ത് സ്റ്റൈലസ് പെൻ അല്ലേ? ഇപ്പൊ നമ്മുടെ പ്രൈസ് എത്ര? നമ്മൾ എത്ര രൂപക്കാണ് കൊടുക്കുന്നത്? ഇതിന്റെ പുതിയതിന്റെ പ്രൈസ് വരുന്നത് ഓൾമോസ്റ്റ് ഒരു 82,000 രൂപ വില വരും. 59 ആ റേഞ്ചിന് കൊടുക്കാൻ പറ്റും. അടുത്തത് നമ്മൾ ഈ സ്റ്റോറിന്റെ തന്നെ നമ്മൾ ആക്സസറി ഷോപ്സ് ആണ് നമ്മളിവിടെ ചെക്കൗട്ട് ചെയ്യാൻ പോകണം കേട്ടോ. നമ്മുടെ പെൻഡാമേനിക തന്നെയുള്ള ഈ സ്റ്റോറാണ്. ഇവിടെ ഒരുപാട് ഡിജിറ്റൽ ഗാഡ്ജറ്റ്സും അതുപോലെയുള്ള എല്ലാ ആക്സസറീസ്, ഗിംബൽ, മൈക്ക്, ഈ പറയുന്ന പോലെ ഡിജിറ്റൽ വാച്ച്, എല്ലാ ഗാഡ്ജറ്റ്സും ഉണ്ട്. അപ്പോൾ ഇവരോട് ജസ്റ്റ് ഒന്ന് ചോദിക്കാം എന്തൊക്കെയാണ് ഗാഡ്ജറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന്. ബ്രോ, അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ടുള്ള ഗാഡ്ജറ്റുകൾ എന്തൊക്കെയാണ്? അപ്പോൾ അതിൻ്റെ പ്രൈസൊക്കെ ജസ്റ്റ് ഒന്ന് ഒരു 3-4 ഗാഡ്ജറ്റ്സ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയാൽ മതി. ഡിഫറെൻ്റ് ആയിരിക്കണം. ആപ്പിളിൻ്റെ ഒറിജിനൽ ആക്സസറീസ് എല്ലാം ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാജിക് കീബോർഡ്സ്, മൗസ്, ട്രാക്ക് പാഡ്, അങ്ങനത്തെ ആപ്പിൾ പരമായിട്ടുള്ള എല്ലാ ആക്സസറീസും എൻ്റെ കയ്യിലുണ്ട്.
ആപ്പിളിന്റെ എല്ലാ ആക്സസറീസും ഉണ്ട്. ആപ്പിളിന്റെ എല്ലാ ഒറിജിനൽ ആക്സസറീസും ഉണ്ട്. പിന്നെ അതിനായിട്ട് കോമ്പാറ്റബിൾ ആയിട്ടുള്ള ബെൽക്കിൻ ആക്സസറീസ്, നമുക്ക് പെൻഡ്രൈവ്, ഇപ്പൊ ടൈപ്പ് സി കണക്ടർ, USB ഹബ്സ്, അങ്ങനത്തെ, പിന്നെ പവർ ബാങ്ക്സ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ ആപ്പിളിന്റെ ഈ പറയുന്ന പോലെ ഒറിജിനൽ ആയിട്ടുള്ള അതിന്റെ ആപ്പിൾ ആക്സസറീസ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ആപ്പിൾ ആക്സസറീസ് ഒക്കെ വാങ്ങാനായിട്ട് പൈസ അത്രയും ഇല്ലാത്ത സുഹൃത്തുക്കൾക്ക് ഈ പറയുന്ന പോലെ ബെൽക്കിന്റെ ആക്സസറീസും ഉണ്ട്. അതായത് ബെൽക്കിൻ ആപ്പിളായിട്ട് കോമ്പാറ്റബിൾ ആണ്. ഈ പറയുന്ന പോലെ ഇത് കാണിക്കുന്നതൊക്കെ USB കണക്ടർ ആണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് നമ്മുടെ ആപ്പിൾ ലാപ്ടോപ്പിലൊക്കെ നമ്മൾ കണക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒന്നിലധികം പെൻഡ്രൈവ്സ്, അതുപോലെ തന്നെ HDMI കേബിൾസ്, കാര്യങ്ങളെല്ലാം നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും അല്ലേ ബ്രോ? യെസ്. ഓക്കെ. പിന്നെ എന്താണ് സ്പെഷ്യലായിട്ട് ആപ്പിളിൻ്റെ ഉള്ള ഈ കാണുന്നത്? ഇത് ആപ്പിൾ വാച്ചിന്റെ വയർലെസ് ചാർജറാണ്. വയർലെസ് ചാർജർ ഉണ്ട്. ഓക്കെ. എയർ ടാഗിന്റെ ആ പറയുന്ന സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പൊ എയർ ടാഗ് ഒക്കെ നോർമലായിട്ട് യൂസ് ചെയ്ത് നടക്കുന്ന ആൾക്കാർക്ക് അത് എടുത്തിട്ടുണ്ടെങ്കിൽ സേഫ്റ്റി ആയിട്ട് ഇരുന്നോളൂ അതിന്റെ ഉള്ളിൽ. ഓക്കെ. പിന്നെ ഈ പറയുന്ന പോലെ ഒരുപാട് ആൾക്കാരുടെ സംശയമാണ് ബെൽക്കിന് നോർമൽ ആയിട്ടുള്ള നമ്മുടെ ആപ്പിളിന്റെ മൊബൈൽസ് വയർലെസ് ചാർജ് ചെയ്യുന്ന പോർട്ട് ഉണ്ടോന്ന്. എത്രയാണ് അതിന്റെ വില? ആവറേജ് ഒരു 2500 2700 അറേഞ്ച് വരും. ഒറിജിനൽ വരുമ്പോൾ എത്ര വരും? ആപ്പിളിന്റെ ഒറിജിനൽ മാക്സ് സേഫ് ആണ്. മാക്സ് സേഫ് ആക്ച്വലി എല്ലാത്തിനും യൂസ് ചെയ്യാം. പക്ഷെ കുറച്ചും കൂടി നല്ലത് iPhone 12 സീരീസ് മുതലാണ് ഒരു മാക്സ് സേഫ് ശരിക്കും പറഞ്ഞേക്കുന്നത്. പക്ഷെ നമുക്ക് വയർലെസ് ചാർജിംഗ് ഉള്ള എല്ലാ ഡിവൈസിലും നമുക്ക് ചാർജ് ചെയ്യാം. പക്ഷെ കുറച്ചും കൂടി നമുക്ക് പെർഫോമൻസും അതിന്റെ ചാർജിങ് സ്പീഡ് എല്ലാം കിട്ടണമെന്നുണ്ടെങ്കിൽ 12 സീരീസിൽ മുതലേ നമുക്ക് അത് ശരിക്കും യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഒരുപാട് ഇപ്പൊ പറഞ്ഞ പോലെ ബെൽക്കിൻ, സ്റ്റഫ് കൂളിന്റെ ഒക്കെ വയർലെസ് ചാർജിങ് വരുന്നുണ്ട്. അതൊക്കെ അതിനായിട്ട് കോമ്പാറ്റബിൾ ആണ്. നമുക്ക് ഫാസ്റ്റ് വയർലെസ് ചാർജിങ്സ് ഉണ്ട്, എല്ലാം അവൈലബിൾ ആണ്. പിന്നെ സ്പീക്കേഴ്സ് അല്ലേ? ഇവിടെ സ്പീക്കേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഈ പറയുന്ന പോലെ ഇൻഫിനിറ്റി ഹെർമാൻ്റെ ഹോം തിയേറ്റർ ആണ്, 4 ചാനൽ ഹോം തിയേറ്റർ. അപ്പോൾ ഇതിൻ്റെ ഒക്കെ എങ്ങനെയാണ് വില വരുന്നത്? ഇതൊക്കെ എങ്ങനെയാണ് ബ്രോ പ്രൈസ് വരുന്നത്? അതിന്റെ പ്രൈസ് റേഞ്ച് വരുമ്പോൾ 1 സെക്കൻഡ്. ഓക്കെ. അപ്പോൾ പറയാന്ന് പറയും, ഇൻഫിനിറ്റിയുടെ ഈ പറയുന്ന പോലെയുള്ള ഹോം തിയേറ്റർ സിസ്റ്റംസ് ഉണ്ട്. പിന്നെ ബോട്ടിൻ്റെ ഉണ്ട് കേട്ടോ. ബോട്ടിൻ്റെ ബ്ലിറ്റ്സ് എന്ന് പറയുന്ന ഒരു സീരീസ് ഉണ്ട്. 2.1 ചാനലാണ് വിത്ത് ലൈറ്റ് സിസ്റ്റം ഒക്കെ ഉണ്ട്. ബോട്ടിൻ്റെ തന്നെ മറ്റൊരു സ്പീക്കർ സിസ്റ്റം ഉണ്ട് കേട്ടോ, ഹോം തിയേറ്റർ സിസ്റ്റം ഉണ്ട്. ബോട്ട് സിഗ്നേച്ചർ സൗണ്ട്. അപ്പോൾ ഇത് അടിപൊളിയാണ്. പിന്നെ ഈ പറയുന്ന പോലെ ചെറിയൊരു പാർട്ടി ടൈപ്പ് യൂസ് ചെയ്യാൻ പറ്റിയ പാർട്ടി 100 എന്ന് പറയുന്ന ടൊററ്റോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു ചെറിയൊരു ഹോം തിയേറ്റർ സിസ്റ്റം ഇരിപ്പുണ്ട്. അങ്ങനെ പല ടൈപ്പ് സംഭവങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ ഇത് ടവർ ട്രോളി സ്പീക്കേഴ്സ് ആണ് കേട്ടോ. ടവർ ട്രോളി സ്പീക്കേഴ്സ് ഇരിപ്പുണ്ട്. JBLന്റെ ആണ്. ഇതിനെങ്ങനെയാണ് വില എങ്ങനെയാണ് ബ്രോ വരുന്നത്? അത് വരുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 24-25 ആ റേഞ്ച് തൊട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അത് 2 മോഡൽ ഉണ്ട്. ഒന്ന് പാർട്ടി ബോക്സ് 310 ഉണ്ട്, ഒന്ന് പാർട്ടി ബോക്സ് 110 ഉണ്ട്. എന്താ വ്യത്യാസം? വ്യത്യാസം ബാറ്ററി ബാക്കപ്പ് കൂടുതലായിരിക്കും, പിന്നെ സൗണ്ട് ക്ലാരിറ്റിയും കൂടുതലായിരിക്കും. ഇത് എപ്പോഴും പവേർഡ് ആയിട്ട് യൂസ് ചെയ്യാനായിരിക്കും നല്ലത്. അപ്പൊ കുറച്ചും കൂടി സൗണ്ട് കൂടുതലായിരിക്കും. സൗണ്ട് കൂടും അല്ലേ? ശരിക്കും അത് പോർട്ടബിൾ ആണ്. പിന്നെ നമുക്ക് കാറിലൊക്കെ ചാർജ് ഒക്കെ ചെയ്യാം. കാറിൽ ചാർജ് ചെയ്യാൻ പറ്റും അല്ലേ? പിന്നെ ഓക്കെ. അപ്പൊ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത മോഡലാണ്. പിന്നെ വിശ്വസിച്ചെടുക്കാൻ പറ്റിയൊരു ബ്രാൻഡും ആണല്ലോ JBL. ഹോം തിയേറ്റർ ഇറക്കിയിട്ടുണ്ട്. കാരവന്റെ ഹോം തിയേറ്റർ അല്ലേ? അത് പുതിയ പ്രൊഡക്റ്റ് ആണെന്ന് തോന്നുന്നു. സരിഗമ കാരവൻ അല്ലേ നമ്മുടെ? ആ ഡിവൈസ് ചെറിയ റേഡിയോ ടൈപ്പ് ആയിരുന്നല്ലോ. ഹോം തിയേറ്റർ ഇറക്കിയിട്ടുണ്ട്. അതിലാകുമ്പോ ഒരു 5000 സോങ്സ് ഇൻക്ലൂഡ് ഉണ്ടാവും അല്ലേ? എത്ര ഇതിന്റെ വില എത്രയാണ്? അതൊക്കെ വരുമ്പോൾ 6500. ഓഹോ. ആ റേഞ്ചിലൊക്കെ. ഓക്കെ. നമ്മുടെ സരിഗമ കാരവന്റെ ഹോം തിയേറ്റർ സിസ്റ്റം ആണോ 6500 വരുന്നുള്ളൂ. ഇൻക്ലൂഡിങ് ഇൻബിൽട്ട് ആയിട്ട് അതിൽ സോങ്സും ഉണ്ടാവും അല്ലെ? 10000 പാട്ടുകൾക്ക് മേലെ ഉണ്ടാവും. പിന്നെ ഈ പറയുന്ന പോലെ ഇവിടെ ട്രിമ്മർ ആക്സസറീസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഫിലിപ്സിന്റെ ഒക്കെ ബ്രാൻഡഡ് ആയിട്ടുള്ള ബോഡി ഗ്രൂമർ കിറ്റും പിന്നെ അതുപോലെ ട്രിമ്മർ സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗെയിമിംഗ് മൗസ്, കീബോർഡ്സ്, പിന്നെ റൗട്ടേഴ്സ്, വയർലെസ് റൗട്ടേഴ്സ്, അതായത് ഇലക്ട്രോണിക് ആക്സസറീസ് നിങ്ങൾ അന്വേഷിച്ച് നടക്കുകയാണെങ്കിൽ ഇവിടെ എല്ലാം ഉണ്ട്. A to Z ആക്സസറീസും ഈ ഒരു സ്റ്റോറിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇതൊക്കെ ഈ പറയുന്ന പോലെ ഹെയർ സ്ട്രെയിറ്റ്നേഴ്സ് ആണ്, ഹെയർ ഡ്രയേഴ്സ് ഉണ്ട്, പലതരം ഒപ്റ്റിക്കൽ കേബിൾസ്, കണക്ടർ കേബിൾസ്, കാര്യങ്ങൾ എല്ലാം ഉണ്ട്. പിന്നെ ബ്ലൂടൂത്ത്, അതുപോലെ തന്നെ ഡിജിറ്റൽ വാച്ച്, ആൻഡ്രോയിഡ് പെയറബിൾ ഒന്ന് കാണണമെന്നുണ്ട്. അതിന്റെ വിലയൊക്കെ ജസ്റ്റ് ഒന്ന് അറിയണമെന്നുണ്ട്. സ്റ്റാർട്ടിങ് എങ്ങനെയാണ് ഡിജിറ്റൽ വാച്ച്? നമുക്കിപ്പോ ബോട്ടിന്റെ ഉണ്ട്, പിന്നെ ഫിറ്റ്ബിറ്റ് ഉണ്ട്, ജിയോണി ഉണ്ട്, ഹൈഫിക്സ്, അങ്ങനെ കുറെ ബ്രാൻഡ്സ് ഉണ്ട്. കാരണം കൂടുതൽ ആളുകൾ ഓൺലൈനിലാണല്ലോ ഈ പറയുന്ന പോലെ ആൻഡ്രോയിഡ് പെയറബിൾ ആയിട്ടുള്ള വാച്ച് വാങ്ങിക്കുമ്പോ ഒരു 3 ദിവസം 4 ദിവസം ഒക്കെ ഡിലേ വരും. ഡയറക്റ്റ് ഇഷ്ടമില്ലാത്ത ഡിലേ ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുമോ പ്രൊഡക്ട്സ് എന്തൊക്കെയാണ്?
ഇത് ഫിറ്റ്ബിറ്റ് ആണ് കേട്ടോ. ഇത് ഫിറ്റ്ബിറ്റ് വെർസ 3 എന്ന് പറയുന്ന ഒരു മോഡൽ. ലേറ്റസ്റ്റ് മോഡൽ. ഇത് ഫിറ്റ്ബിറ്റിന്റെ ലേഡീസിന്റെ ഐറ്റം ആണ്. എങ്ങനെ ഇതിന്റെ വില എങ്ങനെയാണ്? ഇതൊക്കെ വരുമ്പോൾ 21. നമുക്ക് പ്രൈസ് റേഞ്ച് വരുന്നത് ഒരു 17,000 വരും. 16,000 17,000 വില വരും കേട്ടോ. ഓക്കെ, ഇതിന് എത്ര വരും? 20 വരും കേട്ടോ. ഓക്കെ ഫൈൻ. ഇത് അടിപൊളി നല്ലൊരു മോഡലാണ്. നല്ലൊരു ലേഡീസിനൊക്കെ ഗിഫ്റ്റ് ആയിട്ടൊക്കെ പ്രസന്റ് ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ്. പിന്നെ ഓക്കെ, പ്രോട്രോണിക്സ്, ഫ്ലിക്സ്, ജിയോണി. അപ്പൊ ഇതൊക്കെ വന്നിട്ട് ഈ പറയുന്ന പോലെ ടൊറേറ്റോ, ഇതൊക്കെ ഈ പറയുന്ന പോലെ വളരെ ചീപ്പായിട്ടുള്ള മോഡൽസ് ആണ്. ഏകദേശം ഒരു 2,500 രൂപയിൽ അല്ലെങ്കിൽ 3,000 രൂപയിൽ താഴെ നിൽക്കുന്ന പല മോഡലാണ്. ഇത് ജിയോണിയുടെയാണ്. GSW5 തെർമോ എന്ന് പറയുന്ന മോഡലാണ് കേട്ടോ. പിന്നെ ഫയർ ടി വി ക്യൂബ് ഉണ്ട് ആമസോണിന്റെ. അപ്പോൾ ഫയർ ടി വിക്ക് എങ്ങനെയാണ്? ഇത് അലക്സ കൺട്രോൾഡ് ആണോ? അലക്സ കൺട്രോൾഡ് ആണല്ലേ? 4K HD ആണ്. എങ്ങനെ ഇതിന്റെ വില വരുന്നത്? ഓക്കെ, 12,000 റുപ്പീസ് ആണോ? അതായത് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ അൺലിമിറ്റഡ് വൈഫൈ ഒക്കെ ഉള്ള ആളുകളാണെങ്കിലും അവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. വേറെ കേബിൾ കണക്ഷൻ അങ്ങനെ ഒന്നും നമുക്ക് ആവശ്യമില്ല. നല്ലൊരു ഡിവൈസ് ആണ്. അപ്പോൾ അടിപൊളി. പിന്നെ ഈ ഓസ്മോ, DJ ഓസ്മോന്റെ ഒരു ഗിംബൽ ഇരിപ്പുണ്ട് കേട്ടോ. ഓസ്മോ മൊബൈൽ 3 എന്ന് പറയുന്ന ഗിംബൽ. അതിനെത്രയാണ്? ഓസ്മോ 4 ഉണ്ടായി, 3 ഉണ്ടായി. ഇപ്പൊ 4 തീർന്നു, ഇപ്പൊ 3 ആണ് വന്നത്. ഓക്കെ, 7,400 ആ റേഞ്ച് ഒക്കെ വരും. 7,400 രൂപ ഇതിന് വില വരുന്നുള്ളൂ കേട്ടോ. അവിടെ എന്തൊരു മൊബൈൽ റിങ് ചെയ്യുന്നുണ്ട് തോന്നുന്നു അല്ലേ? അപ്പോൾ ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഗെയിമിംഗ് സ്വിച്ചസ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് ബ്രാൻഡ്സിന്റെ ഉണ്ട്. ഒക്യുലസ് ഉണ്ട്, Quest 2, ഫേസ്ബുക്കിന്റെ. അപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ വിലയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ബ്രോ? ഒരു 45,000, ഇത് വരുമ്പോ 33 അല്ലേ? ഒക്യുലസിന്റെ Quest 2ന് 45,000 വരും കേട്ടോ. ഇത് ഫ്രം ഫേസ്ബുക്ക് ആണ്. ആ ഒരു ഫേസ്ബുക്ക് ബ്രാൻഡിന്റെ തന്നെ ഒഫീഷ്യൽ ആയിട്ടുള്ള സംഭവമാണ്. അവര് അതിലുള്ള ഗെയിംസും കാര്യങ്ങളൊക്കെ കേട്ടോ. സ്റ്റാർ വാർസ് ഉണ്ട്, ക്ലൈംബ് 2 ഉണ്ട്, പിന്നെ ജുറാസിക് വേൾഡ്, ബീറ്റ് സേബർ, പോപ്പുലേഷൻ 1, ഹൊറൈസൺ, അങ്ങനെ ഒരു ഏകദേശം ഒരു 6ഓളം ഗെയിമുകൾ ഇതിലുണ്ട് കേട്ടോ. ഇഷ്ടമുള്ള നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. നിന്റൻഡോന്റെ ഈ പറയുന്ന പോലെ ഗെയിമിംഗ് സ്വിച്ച് ആണ് അല്ലേ? ഗെയിമിംഗ് സ്വിച്ച് ആണ്. അപ്പോൾ എങ്ങനെയാണ്? 33,000 രൂപ സംതിങ് ആണോ നമുക്ക്. അത്രേ ഉള്ളൂ. ഇത് പുറത്ത് നമുക്ക് ഇവിടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇതുപോലെയുള്ള ആക്സസറീസ് ഒക്കെ കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഗെയിമിങ്ങിനോട് അത്രയും താല്പര്യമുള്ള ആൾക്കാരൊക്കെ തീർച്ചയായിട്ടും ഇവിടെ വന്നാൽ മതി. ഇത് മാത്രമല്ല ഒരുപാട് ഗെയിമുകളും കാര്യങ്ങളൊക്കെ ഇവര് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കളക്ട് ചെയ്ത് തരാനും, എക്സ്ബോക്സ് PS5 ഒക്കെ അല്ലെ അറേഞ്ച് ചെയ്ത് തരാൻ സാധിക്കും. അതിന്റെ യൂസ്ഡ് ആണെങ്കിൽ ഇവർ അറേഞ്ച് ചെയ്ത് തരും. അതുപോലെ തന്നെ ഫ്രഷ് ആണെങ്കിലും ഇവർ അറേഞ്ച് ചെയ്ത് തരും കേട്ടോ. യൂസ്ഡ് ആയിട്ടുള്ള എക്സ്ബോക്സ് എന്താവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾ ഗെയിമിംഗ് സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടോ. കാര്യം ഒരുപാട് ഇങ്ങനെയുള്ള പീസുകളൊക്കെ കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഇമ്പ്രസ് ആയി. കാരണം ഞാൻ ഇതൊന്നും ഇങ്ങനെ നോർമലി ഇവിടുത്തെ അങ്ങനെ കാണാൻ കിട്ടാറില്ല. പിന്നെ അതുപോലെ തന്നെ ഫോർട്ട്നൈറ്റ്, നിന്റൻഡോന്റെ തന്നെ സ്വിച്ചിന്റെ അല്ലെ, ഫോർട്ട്നൈറ്റ് ഗെയിമിന്റെ അല്ലെ ഇത്. ഓക്കെ പുതിയ വേർഷനാണ്. ഇതിൽ ഒരുപാട് ഇതൊരു ബണ്ടിൽ പാക്കേജ് ആണ് തോന്നുന്നു കേട്ടോ. ഗെയിം ഉണ്ടാവും അല്ലെ? ഓക്കെ, ഗെയിമിന്റെ എന്തോ ഇത് കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റാൾ ചെയ്തന്നെ 3 month 4 month നമുക്ക് ഫ്രീ ആയിട്ട് ഓൾ ഗെയിംസ് കളിക്കാൻ ഗെയിം ചെയ്യാൻ. ഫോർട്ട്നൈറ്റിന്റെ ഗെയിംസ് നമുക്ക് കളിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അതാണ് കേട്ടോ. ആ ഒരു പാക്കേജ് ഇത്ര മാസത്തേക്ക് നമുക്ക് ഇവരുടെ ഗെയിംസ് കളിക്കാനുള്ള ഒരു പാക്കേജ് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. കാണുന്ന പോലെ അല്ല, കളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഇതാണ്. കാരണം നമ്മള് സാധാരണ ഫോണിൽ മൊബൈലിൽ കളിക്കുന്ന PUBG ഒന്നും അല്ല, ആ ലെവലല്ല എന്നാണ് പറയുന്നത്. അതെ, ഒക്യുലസിൽ അല്ലേ? VR ആണ് സംഭവം. അപ്പൊ ഇത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ് പറയണത്. നമ്മുടെ നാട്ടിൽ ഇത് കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ദുബായിലൊക്കെയുള്ള ആളുകളെ നമുക്ക് സമീപിക്കേണ്ടി വരും അല്ലേ ബ്രോ? ഓക്കെ, അപ്പോൾ ഈ ഷോപ്പിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയ ഇതാണ്. ഇനി അടുത്തത് നമ്മൾ പോകാൻ പോകുന്നത് ഹാർഡ് ഡിസ്കിലേക്കാണ് കേട്ടോ. ഇവിടെ ഒരു സാംസങ്ങിന്റെ 500 GB പോർട്ടബിൾ ആയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു ഹാർഡ് ഡിസ്ക് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. സോറി, സാൻഡിസ്ക് ആണോ? ഇത് സാൻഡിസ്കിന്റെ ആണ് കേട്ടോ. ഓക്കെ, ഞാൻ മാറിപ്പോയി. ഇത് സാൻഡിസ്കിന്റെ ആണ്. പിന്നെ ഇത് സാംസങ്ങിന്റെ തന്നെ ഇത് ഈ പറയുന്ന പോലെ 500 GB പോർട്ടബിൾ ആയിട്ടുള്ള SSD ആണ് കേട്ടോ. ഇത് സാൻഡിസ്കിന്റെ ആണ് കേട്ടോ. ഇത് സാംസങ്ങിന്റെ അല്ല. പിന്നെ ഈ പറയുന്ന പോലെ സീഗേറ്റിന്റെ ഇത് എത്രയാണിത്? 5 TB 5 TBയുടെ ആണ് കേട്ടോ. ഇതിനെങ്ങനെയാണ് വില വരുന്നത്? 9,500 ആണ് ഇതിന്റെ വില കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇത് 15 TB സീഗേറ്റിന് തന്നെ 15 TBയുടെ ആണ്. ഇതിന് എങ്ങനെയാവും വില? എങ്ങനെയാവും? ഇതിന്റെ വരുമ്പോ ഒരു ഓൾമോസ്റ്റ് 8,500. 4 TB ആണ് അല്ലേ? 4 TB ആണ്.
ഇത് 8500 8,000 ആ റേഞ്ച് ആ ഒരു റേഞ്ച് വരും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പല നെക്ക് ബാൻഡ് ഹെഡ്സെറ്റുകളുണ്ട് കേട്ടോ. ബോട്ടിൻ്റെ ഉണ്ട്, JBL-ൻ്റെ ഒക്കെ പല ടൈപ്പ് ഇരിപ്പുണ്ട്. ബോട്ടിൻ്റെ വൈബ് ഇരിപ്പുണ്ട്. ബോട്ടിൻ്റെ വൈബിന് എങ്ങനെയാണ് ഇവിടെ വില? ഇത് അതൊക്കെ വരുമ്പോൾ 1900 1800 1900 1800 റേഞ്ചിൽ വരുന്ന ഹെഡ്സെറ്റാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോൻ്റെ കണ്ടൻസ്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ പെൻഡാമേനകയുടെ വീഡിയോസ് നമ്മൾ ചെയ്യും. ഇവിടുത്തെ കടകളൊന്നും തീർന്നിട്ടില്ല, ഇനിയും ഒരുപാട് കടകളുണ്ട്. യൂസ്ഡ് ആൻഡ്രോയിഡ് മൊബൈൽസ് ഒക്കെ വിൽക്കുന്ന ഒരുപാട് കടകളുണ്ട്. ഇതുപോലെ തന്നെ ഗെയിമിംഗ് ആക്സസറീസ് മാത്രം വിൽക്കുന്ന ഒരുപാട് കടകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ റിക്വസ്റ്റ് ആയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോൻ്റെ അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ആണെങ്കിലും നമ്മൾ ഇനിയും റിപ്പീറ്റ് ചെയ്ത് ഒരു എപ്പിസോഡും കൂടി നമുക്കിവിടെ ചെയ്യാനായിട്ട് പ്ലാനുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.